പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൂടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ അനുയോജ്യമാകുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. രണ്ടു കൂട്ടരും സമീപനം പാലിച്ച് തുടക്കം മുതൽ അവസാനം വരെയും കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൂർവ്വകാല ബന്ധങ്ങൾ, അതായത് നമുക്കുള്ള പ്രേമ ബന്ധങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒരു കാരണവശാലും പറയാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിനൊരു വേദന ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളത് പറയാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അച്ഛനായിരിക്കും മക്കളോട് കൂടുതൽ വാത്സല്യം. അവരെ വഴക്ക് പറയുകയോ അവരെ അടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ ഉടനെ പറയും, അച്ഛൻ വഷളാക്കിയത് കുട്ടി അങ്ങനെയാണ്, ഇങ്ങനെയുള്ള സ്വഭാവമാണെന്ന് പറയും. ഒരു കാരണവശാലും അങ്ങനെ പറയാതിരിക്കുക. അത് തിരിച്ച് ഭാര്യ അങ്ങനെ ചെയ്യാതിരിക്കുക. ഭാര്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവും അങ്ങനെ പറയാതിരിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ നമ്മളടുത്ത് പല രഹസ്യങ്ങളും അവർക്കുള്ള രഹസ്യങ്ങളും നമ്മളടുത്ത് പങ്കുവെക്കാറുണ്ട്. ആ രഹസ്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ പങ്കാളിയോട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പറയാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ചെവിയിലെത്തും. ഒരാൾക്ക് ചിലപ്പം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് കാണത്തില്ല. അതുകൊണ്ട് അത് മറ്റൊരാളടുത്ത് പറയും. അത് പരക്കെ പരന്ന് അതൊരു വലിയൊരു കൊതിഞ്ഞുണയായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുവട്ടത്തിൽ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ താരതമ്യപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരെ, അതായത് ഭാര്യയുടെ വീട്ടുകാരാവട്ടെ ഭർത്താവിന്റെ വീട്ടുകാരാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതിരിക്കുക. അവരൊക്കെയുള്ള കുറ്റങ്ങൾ പറയുന്ന ഒരു കാരണവശാലും ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അത് ഇഷ്ടപ്പെടത്തില്ല. കാര്യം സ്വന്തം അച്ഛനും അമ്മയെയും കുറിച്ച് വല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരാൾക്കും സഹിക്കത്തില്ല. കാര്യം അത് മനസ്സിനൊരു വേദന ഉണ്ടാക്കും. അവിടെ വഴക്ക് തുടങ്ങി കാര്യങ്ങൾ അങ്ങനെ എത്തിപ്പെടാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.